പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം ഏതെല്ലാം കേസിൽ ചോദിക്കാൻ കഴിയും? ഏതെല്ലാം കേസിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്? അങ്ങനെ എടുക്കാത്ത ഏതെല്ലാം പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോ കോടതി കുറ്റവാളി എന്ന് കണ്ടെത്തിയ ആളുകൾ, ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യം, ഇപ്പൊ പോലും വേണമെങ്കിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്നല്ലോ. പരാതി മാത്രമല്ലേ ഉള്ളൂ, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറ്റക്കാരനെന്ന് വിധിച്ചില്ലല്ലോ, ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കാമായിരുന്നല്ലോ. ആരെയെല്ലാമോ ഏതെല്ലാമോ പാർട്ടികൾ സംരക്ഷിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന എന്താണ്? അദ്ദേഹം പാർട്ടി ചുമതലയിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ. ജില്ലാ കമ്മിറ്റിയിലുണ്ട്, അത് മറച്ചു വെച്ചൊരു കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാമല്ലോ. കുഞ്ഞനന്തന്റെ കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചില്ലേ? ആ കോടതി തന്നെ തെറ്റാണെന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത്. ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ നിഷ്ഠൂരമായ ആക്ടിൽ പങ്കെടുത്ത ആൾ, ആ ആളുടെ കല്യാണത്തിന്റെ മുഖ്യകർമ്മിയായി പോയത് നിങ്ങളുടെ MLA അല്ലേ, ഇപ്പോഴത്തെ സ്പീക്കർ. അപ്പോൾ ആ നില സ്വീകരിക്കാമായിരുന്നു, കോൺഗ്രസിന് ചെയ്തില്ലല്ലോ. അവരെ കോടതി വിധിക്ക് കാത്തില്ല, അന്തിമ വിധിക്ക് കാത്തില്ല, ഒന്നിനും കാത്തില്ല, പുറത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നത് ഏത് യുക്തിയാണ്? നിഷാദെ, നിങ്ങൾ കുഞ്ഞനന്തനെയും അതുപോലെ മറ്റു പലരെയുമെല്ലാം ചൂണ്ടിക്കാണിച്ച് ഉദാഹരണം പറഞ്ഞ് വെളുപ്പിച്ചെടുത്താൽ വെളുപ്പിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുലിനെ? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുക എന്ന ഉദ്ദേശം എനിക്കില്ല. ഒരു ക്രിമിനലിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നില്ല, അവർ പുറത്താക്കിയെന്നാണ് എന്റെ പോയിന്റ്. രാഹുലിനെ ഞാൻ വെളുപ്പിക്കുന്നുവെന്ന് മട്ടെടുക്കല്ലേ. രാഹുലിനെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നില്ല, അവരദ്ദേഹത്തെ കളയുന്നു എന്നാണ്. ക്രിമിനലുകളെ ഞാൻ അതാണ് എനിക്ക് ക്ലാരിറ്റി വരുത്തല്ലേ. താങ്കൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ പണിയെടുക്കുന്നു. ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നില്ല. ആ പോയിന്റിൽ ഊന്നി സംസാരിക്കാമോ താങ്കൾ? ഇല്ല, നിഷാദ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നിഷാദിൻ്റെ ചില പ്രയോഗങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞനന്തനെ പറ്റിയും മറ്റു പലരെയും പറ്റി താങ്കൾ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നിയാൽ പ്രേക്ഷകരെ കുറ്റം പറയാനാവില്ല. രാഹുലിനല്ല, വേണമെങ്കിൽ ഞാൻ കോൺഗ്രസിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞോളൂ. കോൺഗ്രസിനെ ഞാൻ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാം. രാഹുലിനെ അല്ലല്ലോ ഞാൻ പറഞ്ഞ, ക്രിമിനലിനെ തള്ളി അവര്. നിങ്ങൾ തള്ളിയില്ല എന്ന എന്റെ പോയിന്റ്. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയ ആൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വീക്ഷണം പത്രത്തിൽ ഇതെല്ലാം നടന്നതിന് ശേഷം മുഖപ്രസംഗം എഴുതി. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പത്രം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പത്രം ഇതുവരെ ഉണ്ടാവില്ല, അങ്ങനെ എഴുതി.